ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുകയാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികളെ നമ്മൾ കറക്റ്റ് ഒരു ടൈമിൽ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 മാസം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഭയങ്കര മടിയായിരിക്കും അല്ലേ. അപ്പോൾ ഒരു റൊട്ടൈൻ കീപ്പ് ചെയ്ത് അവരൊരു കറക്റ്റ് ടൈമിൽ ഫിക്സ് ചെയ്ത് അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ദിവസവും കുട്ടികൾക്ക് ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അവർ നേരത്തെ കിടന്ന് ഉറങ്ങിയാൽ മാത്രമേ അവർക്കൊരു കറക്റ്റ് ടൈമിൽ എഴുന്നേൽക്കാൻ വേണ്ടി പാടുള്ളൂ. വളരെ സന്തോഷത്തോടെ അവർക്ക് വളരെ രാവിലെ ഒരു ഇറിറ്റേഷൻ തോന്നാത്ത രീതിയിൽ വേണം നമ്മൾ അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെറുതിലെ തന്നെ അവർ വിട്ട് തന്നെ ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മൾ ആദ്യമേ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് ഓരോ കാര്യങ്ങളും അവർ വിട്ട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ ചെയ്യുന്ന രീതിയിൽ എല്ലാം ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ അവർ എപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ആയിരിക്കും. പിന്നെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന ടൈമിൽ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരവിടെ നിന്ന് കളിച്ച് മുഷിഞ്ഞ് വരുന്നതായിരിക്കും. വൈകുന്നേരം പുറം കഴുകിയാൽ പോലും നമ്മൾ രാവിലെ കുളിപ്പിച്ച് വിടുമ്പോൾ അവർക്കൊരു ഉന്മേഷവും അവർക്കൊരു പോസിറ്റീവ് എനർജിയും കിട്ടുന്നതായിരിക്കും. കുഞ്ഞു മക്കൾക്ക് കുറച്ചുകൂടി നമ്മൾ പാരൻറ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ടുള്ള യൂണിഫോമിൻ്റെ ആക്സസറീസ്, ഷൂസ് കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് എടുത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വന്ന സ്കൂൾ വിട്ട് വരുമ്പോൾ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കും. എന്നാലും നമ്മളൊരു രാവിലത്തെ ആ ഒരു റൊട്ടൈൻ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നൈറ്റിലെ തന്നെ ഈ പരിപാടീസൊക്കെ ഒന്ന് എടുത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. രാവിലെ ആ ഒരു ടൈമിൽ, ബിസി ടൈമിൽ നമുക്കൊന്ന് തിരക്കാനുള്ള ടൈം കാണില്ല. അതുകൊണ്ട് തന്നെ എല്ലാം സോക്സും ഷൂസും എല്ലാം അവിടെ ഇവിടെ ആയിട്ടുണ്ടായിരിക്കും. എല്ലാം ഒന്ന് എടുത്ത് യൂണിഫോമൊക്കെ ഡെയിലി ഒന്ന് അയൺ ചെയ്ത് വിടാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികളെ ഇപ്പോൾ ചെറുതിലെ തന്നെ ഡിസിപ്ലിനായിട്ട് വളർത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അവരുടെ ഡ്രസ് കോഡ് തന്നെ അത്യാവശ്യം പുറത്തു പോകുന്ന എല്ലാവരുടെ കൂടെ കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതിലെ ശീലിക്കുന്ന ഓരോ കാര്യങ്ങളും അവരെ മൈൻഡിൽ ഉണ്ടായിരിക്കും. അതവരെന്തായാലും ഫോളോ ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മൈൻഡിൽ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും ഡെയിലി റൊട്ടീനിൽ ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയാൻ വേണ്ടിയിട്ട് കുഞ്ഞു മക്കളൊക്കെയുള്ള വീടുകളിലായിരിക്കും അല്ലേ. അവരെപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ആയിരിക്കും. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും അല്ലേ. അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ആദ്യമേ അവർക്ക് ചെയ്തു കൊടുക്കുക. അവരെ വിട്ട് കുറച്ച് ചെറുതും വലുതുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവരെ വിട്ട് തന്നെ ഒന്ന് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവരത് ചെയ്യുന്നുണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. റൊട്ടൈനിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു റൊട്ടൈൻ കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ അത് ഒതുങ്ങി വരണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ ടൈമിംഗ് ആണ്. ടൈം അറേഞ്ച്മെൻറ്റ് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ ഡെയിലി റൊട്ടൈൻ മൊത്തത്തിൽ അത് ഇതായി പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. സ്കൂളിലത്തേക്ക് ഇടേണ്ട ഷൂസും സോക്സും എല്ലാം തന്നെ എപ്പോഴും സോക്സ് എപ്പോഴും കഴുകി വൃത്തിയായി ഡെയിലി ഒരു ജോഡി സോക്സ് ഇടുന്ന രീതിയിൽ വേണം കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ. അല്ല അലർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർ കഴിക്കുന്നതൊക്കെ പിന്നെ തിരിച്ച് വന്നിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഡെയിലി അവർക്ക് മസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ് ആണ്. ലഞ്ച് ബോക്സിൽ ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ച് അവർക്ക് കൊടുത്തു വിടാതെ വളരെ അത്യാവശ്യമായിട്ട് അവർക്ക് കഴിക്കേണ്ട രീതിയിൽ വേണം നമ്മൾ ലഞ്ച് ബോക്സ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും ക്ലാസ് ടൈമിൽ. അതുകൊണ്ട് തന്നെ എപ്പോഴും ലഞ്ച് ബോക്സ് കൊടുത്തു വിടുമ്പോൾ എപ്പോഴും അവർക്ക് കഴിക്കാൻ പാകത്തിനുള്ള ഫുഡ് മാത്രമേ കൊടുത്തു വിടാൻ പാടുള്ളൂ കേട്ടോ. എപ്പോഴും ലഞ്ച് ബോക്സിൽ ഒരു ടവൽ വെച്ചിരിക്കുന്നതും നല്ലതാണ്.
നെക്സ്റ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് സ്റ്റഡി ടൈമാണ്. നമ്മുടെ ഡെയിലി റുട്ടീനിൽ പ്രധാനപ്പെട്ട ഒരു ടൈമാണ് സ്റ്റഡി റുട്ടീൻ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു സ്റ്റഡി റുട്ടീൻ എല്ലാ ദിവസവും കീപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് നമ്മുടെ ഡെയിലി അവരുടെ ആ ഒരു ടൈമിൽ തന്നെ എപ്പോഴും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റഡി ടൈം അവർക്ക് എപ്പോഴും ആ ഒരു ടൈമിൽ വന്നിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഓർമ്മയുണ്ടാകണം. അങ്ങനത്തെ രീതിയിൽ വേണം നമ്മുടെ സ്റ്റഡി ടൈം റൊട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും പഠിത്തം മാത്രമല്ലല്ലോ, അതിനോടൊപ്പം തന്നെ അവർക്ക് കളിക്കാനും വരയ്ക്കാനൊക്കെയുള്ള ടൈം കൊടുക്കണം. അതൊരു നമ്മുടെ സ്റ്റഡി ടൈമിൻ്റെ മുമ്പിലോ അത് കഴിഞ്ഞതിന് ശേഷമോ അവർക്കൊരു പ്രത്യേക ടൈം എന്തായാലും അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. അവരുടെ ആ ഒരു മൈൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും അവർ എപ്പോഴും ഒരു ആ ഒരു പഠിക്കുന്ന കാര്യത്തിൽ വളരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഇൻട്രസ്റ്റോടെ ഇരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇങ്ങനെ ടൈം റൊട്ടൈൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു മടുപ്പും അവർക്ക് വാശിയും ദേഷ്യവും ഒക്കെ തോന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടും വരയ്ക്കാനും അവരുടെ ഹോബീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് എപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും കമ്പൽ ചെയ്യരുത്. എപ്പോഴും അവർക്കായിട്ട് കുറച്ച് ടൈം കൊടുക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. നെക്സ്റ്റ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കൾ അവരെ വിട്ട് തന്നെ ചെറുതിലേ തന്നെ ടൈം ടേബിളും അവരുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ആക്സസറീസ് കാര്യങ്ങളെല്ലാം തന്നെ അവരെ വിട്ട് തന്നെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് ടൈമിൽ കുറച്ച് ദിവസം നമ്മൾ കുറച്ച് അവരുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും കുറച്ച് അവരെ വിട്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുക. എന്നിട്ട് നമ്മളും കൂടി ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക എല്ലാം എടുത്ത് വച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവരെ വിട്ട് തന്നെ എല്ലാം ബാഗിൽ ടൈം ടേബിളും കാര്യങ്ങളെല്ലാം തന്നെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സ്ലീപ്പിംഗ് ടൈമാണ്. അവർക്ക് സ്ലീപ്പിംഗ് ടൈമായിട്ട് 8 hours ആവുന്ന ആ ഒരു ടൈമിൽ വേണം നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് ഒട്ടും തന്നെ മുഷിപ്പില്ലാത്ത രീതിയിൽ വേണം അവർ എഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ട് ഹാപ്പി ആയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്ലീപ്പിംഗ് ടൈം എല്ലാ ദിവസവും സെറ്റ് ചെയ്ത് നമ്മുടെ ഡെയിലി ഹാബിറ്റിൽ സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.